അച്ചായനാണ് പറയാൻ, ഞാൻ കൈ കഴുകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, സമ്മതി. വളരെ നല്ല കാര്യം. എവൻ്റെ വീട്ടിൽ മീറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് ഇന്നലെ ഞങ്ങൾ വരേണ്ടത് ഇന്നത്തേന് പോസ്റ്റ്പോൺ ആക്കി വെച്ചു. എവൻ നല്ലൊരു യൂത്ത്, അല്ലെങ്കിൽ സെർവൻ്റ് മെൻറ്റാലിറ്റി, ഹെൽപ്ഫുൾ ടു ഈച്ച് ആൻഡ് എവരിവൺ. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുവാൻ സന്തോഷത്തിൽ എവൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ജീവിച്ച് പറയാം. ഞാനിവിടുത്തെ മോളെ, പപ്പായെ, മമ്മിയെ, അല്ലെങ്കിൽ കസേരയിലിരിക്കുന്നവരെ, താഴെ ഇരിക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേൽ chapter 2 verse 30. 1 ശമൂവേലിന്റെ പുസ്തകം, സ്തോത്രം, 2-ാം അധ്യായം 20-ാമത്തെ 30-ാം വാക്യം. 30. എന്നെ മാനിക്കുന്നവരെ അത്രയും മതി. ഈ കേട്ട വിലയേറിയ വചനത്തിനായി സ്തോത്രം. വേദപുസ്തകം നമ്മോട് പറയുകയാണ്, നിത്യ സത്യ സുവിശേഷം ആകാശവും ഭൂമിയും പറഞ്ഞേ മാറിപ്പോകും. ഇപ്പോൾ ഈ വായിച്ച വചനത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ല. ആ വചനം നമ്മോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ ഈ മഹത്വം, എന്തുവാ, എന്നെ മാനിക്കുന്നവരെ മാനിക്കും. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞിട്ട് ഇതുവരെയും മാറിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഹല്ലേലൂയ പലവിധമായ പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുന്നവരാണ്. ഹല്ലേലൂയ. പണ്ടത്തെ കാലത്ത്, ഇന്ന് പിന്നെ ജനറേറ്ററൊക്കെ ഉണ്ട്, ഇല്ലാത്ത കാലത്ത് ഈ ചക്രം ചവിട്ടുന്നവരെ പോലെ ഹല്ലേലൂയ ഓനെല്ലാം ചവിട്ടി താഴ്ത്തുമ്പോൾ അടുത്തത് കടന്നു വരും. 365 ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. ഇതിനെ അഭിമുഖീകരിച്ച് വരുമ്പോൾ നാം പലപ്പോഴും ഡിപ്രസ് ആകും, നിരാശരാകും. പലപ്പോഴും നാം 42-ാം സങ്കീർത്തനം പെട്ടെന്നൊന്നെടുത്തേ. ഹല്ലേലൂയ. അതിന്റെ 5-ാമത്തെ അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേ. ആ, 5-ാമത്തെ വാക്യം, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? 11-ാമത്തെ വാക്യം, എന്റെ ആത്മാവേ നീ വിഷാദിച്ച്, അടുത്തിരിക്കുന്ന ആളോടാ പറയുന്നേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? 43-ന്റെ 5-ാം വാക്യം, എന്റെ ആത്മാവേ, മറ്റുള്ളവരുടെ കാര്യമല്ല, എന്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്. ഇതാ നമ്മുടെ പ്രകൃതം. ദൈവം ഒരു ഭാഗത്ത് വലിയ അനുഗ്രഹം, ട്രഷറി ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കാണ്, മറുഭാഗത്ത് നാം അനുഭവിക്കുന്ന വ്യതകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ മറ്റുള്ളിടത്ത് തുറന്നു പറയാൻ പോലും വയ്യാത്തത് കൊണ്ട് ഇതെവിടെ അടക്കി വെച്ചിരിക്കുന്നത്? ഉള്ളിൽ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും ഷെയർ ചെയ്യാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ നാം ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നമ്മുടെ പലപ്പോഴും നമ്മുടെ അവസ്ഥ പുകയത്തു വെച്ച തുരുത്തി പോലെ ഹല്ലേലൂയ ഇതങ്ങ് ചുരുങ്ങി ഹല്ലേലൂയ നമ്മെ എന്ത് ചെയ്യുക? 4 വശത്തും വരിഞ്ഞ് മുറുക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ ഹല്ലേലൂയ ദൂരസ്ഥന്മാരുടെ മിണ്ടാത്ത പ്രാവെന്ന രാഗമാ വരുന്നത്. അതാ ഞാനത് വായിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. മിണ്ടാതെ എങ്ങനെ രാഗം വരുന്നത്? ഒരു മൂളിപ്പാട്ടെങ്കിലും വേണ്ട. ആമേൻ. ആ കാരണം പറഞ്ഞിരിക്കുക, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ വ്യഥകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, നിരാശകളെല്ലാം കൂടെ എന്ത് ചെയ്യുക? അടിഞ്ഞുകൂടി
ഞരങ്ങും. അങ്ങനെ വിഷാദത്തോടും ഞരക്കത്തോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവരും ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മാനിക്കും. ഒന്ന് പറഞ്ഞേ, അടുത്ത ആളോട് കൈ ഷെയർ ചെയ്തെന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞേ. ആമേൻ. ഈ 2024 ഒരു ബ്ലെസ്സഡ് ഇയറാണ്, മാന്യതയുടെ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വർഷമാണ്. ഹല്ലേലൂയ. നാം അത് ഏറ്റു പറഞ്ഞേ മതിയാവും. കാരണം തമ്പുരാൻ നമുക്ക് വേണ്ടി എഴുതി വെച്ചു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. നാം ദൈവത്തെ മാനിച്ചത് കൊണ്ടല്ലേ നല്ല പള്ളി വിട്ടിറങ്ങിയേ, അല്ലേ? നല്ല സെമിത്തേരി വിട്ടിറങ്ങിയേ, നല്ല സ്റ്റാറ്റസ് വിട്ട് നമ്മൾ ഇറങ്ങിയത്. ലോകം ഏതും യോഗ്യമല്ലെന്ന് എണ്ണി, പൗലൂസ് പറഞ്ഞ പോലെ ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് എണ്ണിയില്ലേ? ഹല്ലേലൂയ. ആമേൻ. നാം പലപ്പോഴും അയോഗ്യരാക്കി നമ്മെ ഹല്ലേലൂയ പുറകോട്ട് മാറ്റിയപ്പോൾ ഇതെല്ലാം സഹിച്ച് നിന്ദ, പഴി, ദുഷി, ഹല്ലേലൂയ ഇതെല്ലാം സഹിച്ച് ഇവിടം വരെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയാണ്, മകനെ മകളെ പേടിക്കണ്ട, എന്നെ മാനിക്കുന്നവരെ എന്ത് ചെയ്യും? അപ്പം ദൈവം തമ്പുരാൻ ഒരാളെ മാനിച്ചാൽ അത് എങ്ങനായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ലോകത്തൊരാളെ മാനിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാന്യതാ പത്രം എന്തുവാ? ഭാരതരത്ന അവാർഡ് അല്ലേ? അതിൻ്റെ അപ്പുറത്തൊരു അവാർഡ് ഇന്ത്യ ഗവൺമെന്റിന് ഇല്ല. ആമേൻ. എന്നാൽ സ്വർഗത്തിലെ സകലത്തിനും ഉടയവനായ ഹല്ലേലൂയ നമ്മുടെ ദൈവം പറയാ, ഞാൻ നിന്നെ മാനിക്കും. തമ്പുരാൻ നമ്മെ മാനിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. നമുക്കൊരു വ്യക്തിയെക്കുറിച്ച്, ഒരു ഭവനത്തെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അപ്പൊ വിശ്വാസികൾ ആരാ? അപ്പൊ നമ്മുടെ പിതാവായ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങുമ്പോൾ ആ റൂട്ടിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ പിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ എങ്ങനെയാ മാനിച്ചേ? അല്ലെങ്കിൽ 45 സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. ഹല്ലേലൂയ. ഇദ്ദേഹം ഇതെല്ലാം മറന്ന് ആ ദേശത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, സ്വന്തക്കാരെ വിട്ട്, എല്ലാവരും വിട്ട് ഹല്ലേലൂയ വിട്ടിട്ടു. ആമേൻ. ഇങ്ങനെ കടന്നു വന്ന അദ്ദേഹത്തോട് സ്വർഗത്തിലെ തമ്പുരാൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, വായിക്കേണ്ട, ഓർത്തിരുന്നാൽ മതി, വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ആയിട്ട് വായിക്കണം. 12:2 പറയാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അങ്ങനെ മലയാളം അല്ലേ? 12 ഞാൻ നിന്നെ, പക്ഷെ ഇംഗ്ലീഷ് ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, വലിയൊരു സാമ്രാജ്യമാക്കും. അപ്പൊ സാമ്രാജ്യമാകുമ്പോ എന്ത് ചെയ്യും? അവിടെ എംപറർ, രാജാവല്ല, അതിന്റെ ചക്രവർത്തി നിന്റെ ഭവനത്തിൽ ഉണ്ടാകും എന്നാ പറഞ്ഞു അല്ലേ? ആമേൻ. മെയ്ക്ക് ഹല്ലേലൂയ. ഒരു ജാതി എന്നുള്ളത് മലയാളത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. അതിനേക്കാൾ ഇംഗ്ലീഷ് ക്ലിയർ ആയിട്ട് പറയാം, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, മഹാൻ രാജ്യമാകും. അപ്പൊ രാജ്യമാകുമ്പോൾ രാജാക്കന്മാരുണ്ടാവും ഇല്ലേ? ഉണ്ടാകത്തില്ലേ? അപ്പൊ അവിടെ സൈന്യം ഉണ്ടാകും. ഇതൊക്കെ എവിടുന്ന് വരണം? ഈ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിൽ നിന്നും. ആമേൻ. പക്ഷെ 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയയിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം വാക്യം വായിക്കണ്ട, ഓർത്തിരിക്കുക. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്താ പറഞ്ഞത്? അദ്ദേഹം നിരാശനായി. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ എല്ലാ വിശ്വാസത്തിന്റെയും എല്ലാം കൂടെ ഫ്രീസറിനകത്ത് വെച്ച സാധനം കണ്ടെത്തി. അതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വാസം ഫ്രീസ് ചെയ്യുന്ന പോലെ, നീ എന്നെ മക്കളില്ലാത്തവനാണ്. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം വലിയ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ ആ ദൈവഭക്തൻ ഹല്ലേലൂയ തന്റെ സ്വജനത്തെയും പിതൃഭവനത്തെ എല്ലാം വിട്ട് സാറായോടുകൂടെ ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തോടുകൂടെ ലോത്തിനോടുകൂടെ യാത്ര തിരിച്ചു. എന്നിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, മകനെ നീ വിട്ടത് നന്നായി, ഞാൻ നിന്നെ എത്തി മേക്ക് എ ഗ്രേറ്റ് നേഷൻ. പക്ഷെ 15-ാം അധ്യായം വന്നു, കുറച്ചു നാളുകൾ കടന്നുപോയി, ഇദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അദ്ദേഹം തന്നെ നിരാശയോടെ ഒരു വലിയ, നീ എന്നെ നിർവംശം, മക്കളില്ല, എന്റെ ജീവിതത്തിലെ പ്രത്യാശ മുഴുവനും പോയി. നാം മുമ്പേ വായിച്ചത് 42-ാം സങ്കീർത്തനത്തിൽ എന്തുവാ? ഉള്ളി വിഷാദിച്ചു,
നരങ്ങും. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ടെന്റിന്റെ ഹല്ലേലൂയ പടിവാതിക്കൽ ഇരുന്നുകൊണ്ട് പറയുക, നീ എന്നെ മക്കളില്ലാത്തവനാണ്. പുള്ളിയുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, നിരാശയിലായി. എന്നിട്ട് അടുത്ത് പറയുകയാണ് ഹല്ലേലൂയ, ഇനി അതോറിറ്റി എല്ലാത്തിനും ഈ ഏലിയാസർ, എന്റെ വീട്ടിൽ ജനിച്ച ദാസന്റെ മോനായ ഏലിയാസർ സകലത്തിനും അവകാശി. അങ്ങനെ പറയുന്നില്ലേ പണ്ട് ഉണ്ട്. ആമേൻ. അപ്പോ അവിടെയുള്ള ചെറിയ ഇതല്ല, വലിയൊരു 318 സെക്യൂരിറ്റി ഗാർഡ് അഭ്യാസികളുള്ള ഒത്തിരി ദാസിദാസന്മാരുള്ള പൂർവ്വദേശത്തെ മഹാനായ ധനിയൻ, അവരെല്ലാം വന്ന് ഈ ഏലിയാസനെ, നിനക്ക് ലോട്ടറി അടിച്ചോളാം പറയത്തില്ലേ? ഈ സമ്പത്ത് മുഴുവൻ ആർക്കാ? കണ്ടോ, എങ്ങാണ്ടെന്ന് വന്ന് ആരാണ്ട മോൻ ഗോൾ അടിച്ചുകൊണ്ട് പോയത് ഇല്ലേ? അങ്ങനത്തെ ഗോൾ അടിച്ചു. ആമേൻ. ഇദ്ദേഹം ഇതെല്ലാം കേട്ട് അല്ലെങ്കിൽ നിരാശയോടെ ഇങ്ങനെ ഇരിക്കല്ലേ? എന്തോ പറഞ്ഞേ? തമ്പുരാൻ 12-ാം അധ്യായം പറഞ്ഞു, നിന്റെ ഉദരത്തിൽ നിന്നും രാജാക്കന്മാരും മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും ഉണ്ടാകേണ്ടതാ. ഇപ്പൊ ഒന്നുമില്ല, ഒരു ദാസന്റെ മോനെ ദത്തെടുത്ത് ഇവനാ അവകാശം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിചാരിക്കുന്ന പോലെ, നനയ്ക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ പലപ്പോഴും കാര്യങ്ങളില്ലാതെ എല്ലാം തകിടം മറിഞ്ഞ് തകർന്നടിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം പോലും ഫ്രീസ് ചെയ്യുന്ന ഐസ് ബർഗ്, എന്താ പറഞ്ഞ മഞ്ഞുമല പോലെയായി ഇടത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അബദ്ധപ്പെട്ട് പോയെന്ന് പറയുന്നത് പറയട്ടെ. ഇങ്ങനെ എല്ലാം വന്നാലും തമ്പുരാൻ വാക്ക് പറഞ്ഞാൽ മാറുമോ? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ലേ, ഞാൻ നിന്നെ എന്ത് ചെയ്യും? മാനിക്കും. ഹല്ലേലൂയ. ആ ദൈവം പറഞ്ഞെങ്കിൽ അവന്റെ വാക്ക് ഉറക്കെ ഒന്ന് പറഞ്ഞേ. ഇത് വാടക വീട് ഒന്നുമല്ല, സ്വന്തം വീട്. കാശ് കൊടുത്ത് നല്ല ഡിസൈൻ കേട്ടോ. അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞോ ധൈര്യത്തോടെ, എന്റെ വാക്ക് എന്നും പറഞ്ഞാൽ യേസ്. ഹല്ലേലൂയ. തമ്പുരാൻ ഒരു പ്രാവശ്യം യേസ് പറഞ്ഞെങ്കിൽ പറഞ്ഞേ ആണ് അവൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കുന്ന തന്നെ ചെയ്യും. പക്ഷേ അബ്രഹാമിന്റെ പാട്ട് എന്തുവാ? നിരാശയുണ്ട്, ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിനെ ദൈവം പിടിച്ച് പുറത്തിറങ്ങി. കമ്മൗട്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ കമ്മൗട്ട്. അബ്രഹാമിന് പുറത്തു വരാൻ. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തുവാ? ഈ മണൽത്തരികളെയൊക്കെ എണ്ണണം. പിന്നെ അടുത്തത് എന്തുവാ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ. 2 ശബ്ദമാ കേട്ടോ. തമ്പുരാൻ അവിടെ ഈ 12-ാം അധ്യായത്തിൽ കൊടുത്ത അതൊരു വലിയ രാജ്യത്തെ അതൊരു 2 കാര്യത്തിൽ ദൈവം പറയാം. എന്റെ പ്രോമിസ് ഞാൻ മറന്നിട്ടില്ല, ഇനി നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ ക്ലാരിറ്റി ചെയ്തു തരാം. എന്തുവാ? ഹല്ലേലൂയ. ഒന്ന്, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ജാതി അത് മണൽത്തരി പോലെയാണ്. അടുത്തത്, നിന്നിൽ നിന്ന് വരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ജാതി അത് നക്ഷത്രം പോലെയാണ്. ഇത് 2 സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അന്ന് അബ്രഹാമിന്റെ അറിയത്തില്ല. ഒന്ന് എന്തുവാ? ഇസ്മായേലിന്റെ സന്തതി മണൽത്തരി പോലെ. പക്ഷെ ഇസ്രായേലും ഇസ്ഹാക്കിന്റെ സന്തതി സ്റ്റാർ കിഡ്സ് എന്ന് പറയും ഇല്ലേ? ഡൽഹി ബോംബെയിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോഴറിയാം, അല്ലെങ്കിൽ വലിയ വലിയ സിനിമാ നടന്മാരുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് അവരിങ്ങനെ പോകും അല്ലല്ലേ? ഈ എയർപോർട്ടിലെ മറ്റുള്ളതൊക്കെ അവർക്കൊക്കെ സ്പെഷ്യൽ കയറാം. മനസ്സിലായോ? ഈ അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായി, ഈ അവരുടെ മോളും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തെ ആൾക്കാരെല്ലാം ഈ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കും. കാരണം അവരുടെ പേര് തന്നെ സ്റ്റാർ കിഡ്സ് ആണ്. അവർ സ്പെഷ്യൽ വെറൈറ്റി ഇല്ല, അവർക്ക് സെക്യൂരിറ്റി വേറെ. സ്വർഗത്തിലെ തമ്പുരാൻ പറയാണ്, അബ്രഹാമെ നിന്റെ രാശപ്പെടണ്ട, കം ഔട്ട്, ലുക്ക് ഇൻടു ഹെവൻ. ഇംഗ്ലീഷ് പറയാം, നീ ആകാശത്തെ നോക്കൂ എന്ന് മലയാളത്തിൽ പറയാം. ദൈവം പറയാം, നീ സ്വർഗത്തിലേക്ക് നോക്കൂ. നിന്റെ മക്കൾ ആരാ? നക്ഷത്രങ്ങളെ പോലെ തിളങ്ങത്തില്ലേ? ഇന്നും ലോകത്തിലെ ഹല്ലേലൂയ 79% സയന്റിസ്റ്റ് ആരാ? ഈ നക്ഷത്രങ്ങളാണ്. എവിടെ അല്ലേ? ഹല്ലേലൂയ. തമ്പുരാൻ ഇദ്ദേഹം നിരാശയോടെ പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നെ മക്കള് ഇല്ലാത്ത. എന്നിട്ട് ഈ തമ്പുരാൻ വീണ്ടും 18-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും അബ്രഹാമിന്റെ സാറായിനെ ടെൻഡിച്ചു. ഒരു നല്ല വേനൽക്കാലത്ത് ഹല്ലേലൂയ അദ്ദേഹം ടെന്റിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓടിച്ചെന്നു. ഹല്ലേലൂയ 3 പേര് വരുന്നു. അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ വരവും എല്ലാം കണ്ട് പറഞ്ഞ്, ഞങ്ങളുടെ വീട്ടിലൊന്നും വരാം. ഹല്ലേലൂയ. എന്നൊരു സാറായിട്ട് പറഞ്ഞ് വേഗത്തിൽ
പെട്ടെന്നുണ്ടാകില്ല. ഹല്ലേലൂയ. ഉടനെ തമ്പുരാൻ പറയാം, സാറായ ഞാൻ വാക്ക് പറഞ്ഞു എവിടെയാ? 18 12-ാം അധ്യായം 12 അദ്ദേഹം വാക്ക് പറഞ്ഞു. 15 നിരാശയുടെ ശബ്ദം. ഈ എലിയാസർ അല്ലാതെ ആരും ഇല്ല. പിന്നെ 17-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഇവരൊരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് നടത്തി. ഹല്ലേലൂയ ഒരു ചെറിയ മോനെ കിട്ടി. ആരിൽ നിന്ന്? ഹാഗാറിൽ നിന്ന്. ഇല്ലേ? എൻ്റെ സങ്കടം കേട്ടു എന്ന് പറഞ്ഞ് അവനൊരു പേരിട്ട് ഇസ്മായേൽ. സങ്കടം കേട്ടു. എന്നിട്ട് സാറ ഇങ്ങനെ ചിന്തിക്കുന്നു, 12-ാം അധ്യായം തമ്പുരാൻ പറഞ്ഞതാണ് മാനിക്കുന്നു. ഇതുവരെ മാനിച്ചില്ല, എന്നെ മാനിച്ചില്ല, ഇച്ചായനെ മാനിച്ചു. പിന്നെ ഹാഗാറിൽ നിന്ന് സങ്കടം കേട്ടെന്നും പറഞ്ഞ് ഒരു ഇസ്മായിൽ ലഭിച്ചു. ഞങ്ങളുടെ ജീവിതം എന്താ? സ്വർഗത്തിലെ ദൈവം അല്ല ഇവരോട് പറഞ്ഞ് അടുത്ത വർഷം. ഉടനെ ഈ അമ്മാമ്മ പറഞ്ഞത് എന്തുവാണെന്നറിയാം? എന്തുവാ പറഞ്ഞത്? ഞങ്ങൾ വയസ്സ് ചെന്നവരും, പറയണ്ട, വായിക്കണ്ട, അറിയാം. ഞങ്ങൾ വയസ്സ് ചെന്നവരും സ്ത്രീകൾക്കുള്ള ആമേൻ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, മക്കളെ ഇരിക്കുന്നതുകൊണ്ട് അത്രയും തെളിച്ച് പറയുന്നില്ല, വി ആർ സോ ഓൾഡ്. ഇംഗ്ലീഷിലാണ് ഞങ്ങൾ വളരെ വയസ്സ് ചെന്നവർ. വയസ്സ് മാത്രം ഒന്ന് ഹിന്ദി പറഞ്ഞിട്ടുള്ളൂ, മലയാളത്തിൽ. പക്ഷെ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ തെളിച്ചു വിടാം. സോ പടുകളവൻ, അതാ മലയാളത്തിലെ. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷിൽ കറക്റ്റ് പറഞ്ഞ സോ ഓൾഡ്. പിന്നെ പറയാ ഫിസിക്കലി, മെന്റലി, ഗൈനോക്കോളജിക്കലി അൺഫിറ്റ്. അങ്ങനെയാ പറഞ്ഞത്. തമ്പുരാൻ പറഞ്ഞെങ്കിൽ നടത്തത്തില്ല. ഏത് അൺഫിറ്റിനെ നല്ലൊരു ഫിറ്ററാണ് അല്ലേ? ആമേൻ. ഇതുപോലുള്ള നല്ലൊരു ഫിറ്ററെ ലോകത്തിൽ ആരും കാണാനില്ല. അറിയണമെങ്കിൽ നമുക്ക് വായിച്ചു നോക്കണം. അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അല്ലേ, ഒരു സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു മനുഷ്യൻ ഇരുന്ന, അദ്ദേഹം അൺഫിറ്റ് ആയത് എവിടെ? അമ്മയുടെ ഉദരം മുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഭാഷയെ പറഞ്ഞാൽ, ഫാക്ടറിയുടെ ഭാഷയെ പറഞ്ഞാൽ ഹല്ലേലൂയ മാനുഫാക്ചറിങ് ഡിഫാക്ട് ഉണ്ടായിരുന്നു. അതുപോലും ഒറ്റ ശബ്ദത്തിൽ ക്ലിയർ ആക്കി. ആ തമ്പുരാന്റെ കരികിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്ത സാറായി എന്ന, ഇപ്പോൾ സാറ എന്ന് വിളിക്കുന്ന അവർ പറയുകയാണ്, സ്ത്രീകൾക്കുള്ള നുറയും തീർന്നു, ഞങ്ങളുടെ പ്രത്യാശ തീർന്നു, ഞങ്ങളുടെ സകലതും തീർന്നു. തമ്പുരാൻ പറഞ്ഞ വാക്ക് പറഞ്ഞ മാറുമോ? ഇല്ല. ഒന്ന് വായിച്ച് ഒറ്റ വാക്യം, 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി 21-ന്റെ 2-ാമത്തെ വാക്യം. ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന, ചിലർക്ക് അവധി കിട്ടിയില്ല. എല്ലാവർക്കും അവധി കിട്ടിയോ? അവധി എടുക്കുന്നത് എടുത്തോ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം എത്രയാ? 21-ാം അധ്യായത്തിന്റെ എന്തുവാ? ദൈവം പ്രോമിസ് ചെയ്ത ആ അവധി. അബ്രഹാമിന് അങ്ങനെ ഒരു പ്രോമിസ് ചെയ്ത ഒരു അവധി ഉണ്ടെങ്കിൽ നമുക്കില്ലേ? എവന്റെ പപ്പായ്ക്കില്ലേ? ദൈവം ഒരു അവധി വെച്ചിരിക്കുക. നമ്മള് ഭാരപ്പെടണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞു വെച്ചിരിക്കുക. ദൈവം ഒരു അവധി വെച്ചിരിക്കുക. സാറ നിരാശയാകട്ടെ, ഹല്ലേലൂയ, ഗൈനോക്കോളജിക്ക് അൺഫിറ്റ് ആകട്ടെ, വളരെ വയോധികരാകട്ടെ, പക്ഷെ ദൈവം എന്ത് ചെയ്തിരിക്കുക? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങൾ ഭാരപ്പെടുന്ന മകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, മകന് വേണ്ടി, വീടിന് വേണ്ടി, ലോണിന് വേണ്ടി, ഹല്ലേലൂയ, ജീവിതത്തിൽ നിങ്ങളുടെ പ്ലാനുകൾ, പർപ്പസുകൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം, ഹല്ലേലൂയ, പലതും ഹല്ലേലൂയ മറന്നുപോയാലും ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില ഫയലുകളൊക്കെ എടുത്ത് ഹല്ലേലൂയ ടൈ ചെയ്ത്, ഹല്ലേലൂയ, ചുവപ്പ് നാടയ്ക്കകത്ത് വെച്ചാലും തമ്പുരാൻ പറയാ, ഞാനൊരു അവധി വെച്ചിട്ടുണ്ട്. ദൈവം അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കാര്യം നടക്കും. നിങ്ങൾ ഇത് 1 അല്ല 2 അല്ല 7 പ്രാവശ്യമെങ്കിലും ഹല്ലേലൂയ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 അല്ല 21-ന്റെ 2 വായിച്ചു കൊണ്ടിരിക്കണം. ദൈവം വെച്ച അവധിക്ക് എപ്പോഴാ? എനിക്ക് നന്മയ്ക്ക് വേണ്ടി, എന്നെ മാനിക്കുന്നതിന് വേണ്ടി, എന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, എന്നെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി, എന്നെ സങ്കടത്തിലും വിലാപത്തിലും രോഗത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഭാരത്തിലും നിരാശപ്പെടുന്ന വിഷയത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുപോകാൻ ദൈവം വെച്ച ഒരു അവധിയുണ്ട്.
ദൈവം വെച്ചൊരു സമയമുണ്ട്. ദൈവം വെച്ച ഒരു ബ്ലസ്സിംഗ് പോയിന്റ് ഉണ്ട്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ട്. ദൈവം വെച്ച അവധി അബ്രഹാമെ നിനക്കുണ്ട്. ഹല്ലേലൂയ. ഏലിയാസിനെ കണ്ട് തൃപ്തി അടയുവാനല്ല, ഇസ്മായിലിനെ കണ്ട് താലോലിപ്പാനല്ല, ഇതിന്റെ എല്ലാം അപ്പുറത്ത് ഹല്ലേലൂയ സന്തോഷം ചിരി എന്ന വാക്കുള്ള ഒരു ഇസഹാക്കിനെ കണ്ട് ആനന്ദിപ്പാൻ തക്കണം ദൈവം ഒരു അവധി വെച്ചിട്ട് വിശ്വസിക്കുന്നവരോട് ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവം എനിക്കൊരു എന്റെ നന്മയ്ക്ക്, എന്റെ അനുഗ്രഹത്തിന്, എന്റെ സന്തോഷത്തിന് ഹല്ലേലൂയ. പലരും ഈ അവധി മറന്നു പോകത്തില്ലേ? ഹല്ലേലൂയ. ഒരു ജോസഫ് എന്ന നല്ല ചെറുപ്പക്കാരൻ ഹല്ലേലൂയ 17-ാം വയസ്സിൽ ദുർഘടം പിടിച്ചു. ഹല്ലേലൂയ. സങ്കടപ്പെട്ട് അങ്ങനെ ഹല്ലേലൂയ 13 വർഷത്തോളം അല്ലേ, അതിൽ നിന്ന് 2 വർഷം പുറകോട്ട് എത്രയായി? 11-ാമത്തെ വർഷം സെൻട്രൽ ജയിലിൽ കടന്നിട്ട് അദ്ദേഹം നിസ്വാർത്ഥ ഹൃദയത്തിൽ ഞാൻ ഇവിടെ ഒരു ദോഷവും ചെയ്തിട്ടു, നീ എന്നെ ഓർക്കണം. ഓർത്തോ? പാനപാത്രവാരൻ ഓർത്തില്ല. പലരും ഓർക്കാതെ പോകുമ്പോഴും ദൈവം അവധി വെച്ചിട്ടില്ലേ? ആമേൻ. 2 വർഷം ഓർത്തില്ല. പക്ഷേ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവനെ കൊണ്ട് തന്നെ ഓർപ്പിച്ച മന്ത്രിയെ കൊണ്ട് ഫറവോന്റെ സ്വപ്നം കണ്ട് he became shivering. അദ്ദേഹത്തിന് വലിയ കുലുക്കം ഉണ്ടായി. അന്നേരം ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഒരു ബാല്യക്കാരൻ, ഒരു യൗവനക്കാരൻ, ഒരു ഭക്തൻ കുണ്ടറയിലുണ്ട്. ഹല്ലേലൂയ. ഉടനെ രാജാവ് അവനെ വിളിക്കാൻ അവധി വെച്ചില്ലേ? ആമേൻ. ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് പോയിന്റ് ഉണ്ട്. ആമേൻ. എന്നെ മാനിക്കുന്നവരെ മാനിക്കുമെന്ന് പറയുന്ന ഒരു സ്ഥാനം, ഒരു പ്ലേസ്, ഒരു ഡേ ഉണ്ട്. ഹല്ലേലൂയ. ലോകം മാറട്ടെ, മനുഷ്യർ മറന്നു പോകട്ടെ, ജോസഫിനെ കുണ്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിച്ച് ബ്ലെസ്സിംഗ് കൊടുത്ത മാനിച്ച ഒരു തമ്പുരാനില്ലേ? ആമേൻ. അതുകൊണ്ട് അതിൽ വേദപുസ്തകം മുറുകെ പിടിച്ചുകൊണ്ട് പറയണം. 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയാ, എന്നെ മാനിക്കുന്നവരെ മാനിക്കും. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഹല്ലേലൂയ ജനസിസ് ഉൽപ്പത്തി 21:2 കൂട്ടിച്ചേർത്ത് പറയണം, ദൈവം ആ മാന്യതയ്ക്ക് വേണ്ടി ഒരു അവധി. ഹല്ലേലൂയ. അതുവരെ നമുക്ക് എന്തുവാ? ഹല്ലേലൂയ. നാം 42-ാം സങ്കീർത്തനം വായിച്ച പോലെ എന്തുവാ? ഉള്ളിൽ വിഷാദിച്ച് നീ അടങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്തോ ആ അവധി അല്ലേ? ഈ അവധി എപ്പോഴാ തീരുന്നെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. അറിയാമോ? ജോസഫിന് 2 വർഷം കൊണ്ട് അവധി തീർന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് സങ്കടം തോന്നിയത് വേറൊരു അമ്മാമ ഇച്ചായനുണ്ടായിരുന്നു. അവർ 2 പേരും നല്ല സുവിശേഷകരായിരുന്നു. മഹാപുരോഹിതനായ സക്കറിയാവും പിന്നെ എലിസബത്ത്. ഹല്ലേലൂയ. അദ്ദേഹം ഹല്ലേലൂയ ഒരു മനുഷ്യൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയ 1-ാം ദിവസം നല്ല യൂണിഫോം അല്ലേ, ഫസ്റ്റ് ഡേ ഏറ്റവും പിന്നെ പുള്ളി റഫ് ആൻഡ് ടഫിലായിരുന്നു. അതേസമയം ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഡേ ആകുമ്പോഴോ പുള്ളി പറയാം സക്സസ്ഫുൾ. പുള്ളി അന്ന് ഏറ്റവും നല്ല രീതിയിൽ, കാരണം അവിടെ ചെല്ലുമ്പോൾ ടാപ്പിംഗ് സ്റ്റാൻഡിങ് ഓഡീഷനാണ്. ഇന്ന് വേണ്ട ഈ ചോയിൻ്റെ ലാസ്റ്റ് ഡേ, അവന് വർക്കൊന്നും ചെയ്യേണ്ട, പുള്ളിയെ സന്തോഷിക്കുക. ഈ ഹല്ലേലൂയ സക്കറിയാവ് എന്ന മഹാപുരോഹിതൻ അബിയാക്കൂറുള്ള അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പെർഫോമിംഗ് ഡേയ്സ്, ലാസ്റ്റ് ഡ്യൂട്ടി ഡേറ്റ് ഹല്ലേലൂയ. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ ഈ അമ്മാമ സങ്കടപ്പെടുക കാണത്തില്ല. ഇത്രയും നാൾ ഈ വേദവസോട് കർത്താവിൻ്റെ വേല ഒരു ഗുണമുണ്ടോ? ഇസ്ഹാക്ക് മക്കളില്ലാത്ത നാട്ടുകാരും മറ്റും പലരും പുറകിൽ പറയും. ഇത്രയും കർത്താവിൻ്റെ വേല ഭക്തിയോടെ ചെയ്തിട്ട് എന്തോ ഇല്ലേ? ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തിൻ്റെ ഒറ്റ മഹാപുരോഹിതൻ എല്ലാത്തിനും ചെന്നു. പക്ഷേ ആ ലാസ്റ്റ് സമയത്ത് ഒരു ദൈവദൂതൻ കടന്നു പറയാ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ. എനിക്ക് ചിലപ്പോൾ സങ്കടവും അരിശവും കൂടെ തോന്നും. എന്നാൽ പിന്നെ ഇത് 10 വർഷം മുമ്പേ പറഞ്ഞിരുന്നത് അതിനെന്തോ ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ചെയ്യത്തില്ലായിരുന്നില്ല. ഒരു കുഞ്ഞിനെ ലാളിച്ച് വീട്ടിൽ ഇരുത്തുമായിരിക്കും. എന്തോ ആയിട്ടാണെന്നോ ഐഡിയ. ലേക്കിന് 21 പറഞ്ഞ അവധി. ആമേൻ. ഈ സക്കറിയ പുരോഹിതന്റെ അവധി എന്നാ തീർന്നത്? ലാസ്റ്റ് വാർത്തയുടെ തമ്പുരാന്റെ പരിപാടിയാണ്. നമ്മൾ വെയിറ്റ് ആൻഡ് സീ. ഹല്ലേലൂയ. മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കും. ഹല്ലേലൂയ. അത് ചിലപ്പം 2 വർഷം ആർക്കാണ്? ജോസഫിന്. ഹല്ലേലൂയ. സക്കറിയാവിനും
ലാസ്റ്റ് വർക്കിംഗ് ഡേ. അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ വന്നു. അല്ലെങ്കിൽ അമ്മാവ് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ജോലിയൊക്കെ തീർന്ന് റിട്ടയർമെന്റ്. പുള്ളി അന്ന് അല്ലേ മിണ്ടാതിരിക്കുക. അമ്മാവ് ഇതൊന്നോ പറ്റില്ല. പിന്നെ അന്ന് തൊട്ട് പുള്ളി എഴുത്തുകാരൻ. പുള്ളിയുടെ എഴുത്ത് അവസാനിച്ചത് എന്നാണെന്നറിയാമോ? ഒരു പലകയിൽ യോഗനാണെന്ന് പേരെഴുതി. അതുവരെ പുള്ളി എഴുതാറുണ്ട്. ആമേൻ. തമ്പുരാൻ മാനിച്ചില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ആമേൻ ഏറ്റവും നല്ലത് കിട്ടുന്നതൊക്കെ ഇച്ചിരി താമസിച്ചു പെട്ടെന്ന് നല്ലത് പറഞ്ഞ മനസ്സിലായ. ഇസഹാക്ക് റിബേക്കയും കൂടെ ഹല്ലേലൂയ വൈറസിൽ പറയാ റിബേക്ക മച്ചി ആയതുകൊണ്ട് അത് ദൈവത്തോട് ചോദിക്കാൻ പോകും. നമ്മൾ ഇന്ത്യക്കാരാണ് കൈനോട്ടക്കാർ അച്ഛന്മാർ പോലും ചോദിക്കുന്നു എനിക്ക് എന്നാ ദൈവം ഇല്ലേ? ആമൻ. ഈ രേഖയല്ല സ്വർഗത്തിൽ ആണോ? അവർ ദൈവത്തോട് ചോദിക്കാൻ തമ്പുരാൻ പറഞ്ഞു ഹല്ലേലൂയ. സക്കറിയ പുരോഹിതനെ മാനിച്ചില്ലേ? ഹല്ലേലൂയ. അതിലുപരി എലിസബത്ത് എന്ന ഭക്തയായ സ്ത്രീയെ ദൈവം ആദരിച്ചില്ലേ? ഇസഹാക്കിനെ സാറായി ആദരിച്ചില്ലേ? ആമേൻ. ആ ദൈവം പറയുകയാണ് എന്തുവാ? ഓർത്തിരുന്നോണം. ഞാൻ പറയുന്നത് ഹൃദയത്തിൽ എഴുതി വെക്കണം. ജെനസിസ് 21:2 ഒരു അവധി. ആമേൻ. ചെറിയ പ്രവാചകന്മാർ എന്നിട്ട് പറയാം ദർശനത്തിനും എന്നിട്ട് എന്നെ തെളിച്ചെഴുതണം. ഓടുമ്പം വായിക്കുന്ന രീതിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്ന രീതിയിൽ. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സൈൻ ബോർഡ് കാണുന്നത് പോലെ ഈ ദൈവത്തിന്റെ പ്രോമിസുകൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. എപ്പോഴാ ഹല്ലേലൂയ? ഇപ്രാവശ്യം നമ്മൾ മാർച്ച് ചെയ്യുന്നതേ ഉള്ളൂ. മാർച്ചല്ലേ? ലെഫ്റ്റ് റൈറ്റ്. ആമേൻ. ജനുവരി തീർന്നു, ഫെബ്രുവരി തീർന്നു, ഇപ്പൊ എന്തുവാ? ലെഫ്റ്റ് റൈറ്റ്. ആമേൻ. അടുത്ത മാസത്തിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്യുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന്റെ ഈ വാഗ്ദത്തം എന്ത് ചെയ്യണം? തെളിഞ്ഞ് കാണത്തക്ക രീതിയിൽ. ആമേൻ. നിങ്ങളോട് ദൈവം ഒരു പ്രോമിസ് ചെയ്തെങ്കിൽ, ഒരു പ്രോഫസി ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹം ചെയ്തെങ്കിൽ അത് തെളിച്ച് എഴുതി വെക്കണം. ദൈവം നീ പറഞ്ഞതാണ്, തമ്പുരാൻ പറഞ്ഞതാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, നിന്റെ വാക്കിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ല. അതുകൊണ്ട് അതിന്റെ അവധി പെട്ടെന്ന് തീർക്കണേ. എന്റെ അരികിലേക്ക് അത് വേഗത്തിൽ വരണം. എന്നാ ചെറിയ പ്രാർത്ഥന. ദർശനത്തിന്റെ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് പറഞ്ഞേ സമാപ്തിയിലേക്ക് പറഞ്ഞേ. എനിക്ക് പറയാൻ വെമ്പലാകും. വേഗത്തിൽ. ആമേൻ. നമ്മുടെ അനുഗ്രഹം പിടിക്കാനായിട്ട്, നമ്മുടെ മടിയിലേക്ക് അനുഗ്രഹം വരുവാനായിട്ട്, നമ്മുടെ വീട്ടിലേക്ക് അനുഗ്രഹം വരുവാനായിട്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് അനുഗ്രഹം വരുവാനായിട്ട് അത് വെപ്രാളം കൊള്ളുക. ഏതാ ഈ ബ്ലെസ്സിംഗ്? പറഞ്ഞു മനസ്സിലായോ? അത് നമ്മുടെ അരികിലേക്ക് വരുവാൻ. അത് ഹല്ലേലൂയ വാണ്ട് ടു ജംപ് ടു മൈ ബോസം. നമ്മുടെ മടിയിലേക്ക് എടുത്ത് ഞാൻ നോക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ബ്ലെസ്സിംഗ്, ദൈവത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചേ ഹല്ലേലൂയ ഒന്ന് കൈയടിച്ചേ. ദൈവത്തിന് മഹത്വം കൊടുത്തില്ലേ? അബ്രഹാമിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫിനെ ആമേൻ, ഹല്ലേലൂയ. സക്കറിയാവിനും ഒരു അവധി കൊടുത്ത ഈ മാനിക്കുന്നവരെ മാനിച്ചൊരു ദൈവം ഈ ഭവനത്തെ മാനിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കിൽ, ദുഃഖം അനുഭവിച്ചെങ്കിൽ, ഹല്ലേലൂയ, യു സ്പെൻഡ് സംതിങ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയെങ്കിൽ സ്വർഗം പറയാം ഞാൻ നിന്നെ. ആമേൻ. ദൈവത്തിന്റെ പരിപാടി എന്തുവെന്നറിയാമോ? വാലല്ല. പറഞ്ഞേ, ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് എന്റെ കൂട്ടത്തിൽ വരാന്. വാലല്ല. ആമേൻ. ന്യൂസിലൻഡൊക്കെ ഇത്രയും പറഞ്ഞാൽ മതി, ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് ഐ വാണ്ട്. ആമേൻ. ഹല്ലേലൂയ. വാലല്ല. ദൈവത്തിന്റെ അടുത്ത പ്രോഗ്രാം അറിയാൻ പോലെ ഹല്ലേലൂയ. നിന്റെ വിലാപത്തെ ഇത്രയും നേരം കൊണ്ട് അവർ ഡാൻസുകൾ കളിച്ചു. വാലല്ല, തലയാക്കുന്ന ദൈവം പറയാം നിന്റെ വിലാപത്തെ. ആമേൻ. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവം എന്നുള്ള ആ ട്യൂണൊക്കെ ഒന്ന് മാറ്റി എന്താ ദിശയമേ പാടി അങ്ങ് സന്തോഷിക്കണ്ടേ? കാരണം തമ്പുരാൻ പറഞ്ഞില്ലേ? ആമേൻ. ഞാൻ പറഞ്ഞു പോയി, മാറിക്കൂടാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിന്റെ വില അറിയാവോ? ഒന്നാമത്തെ മിറക്കിൾ നോക്കിക്കേ, ഒറ്റ ശബ്ദമല്ലേ ഉള്ളൂ. കൂടുതൽ വല്ലതും പറഞ്ഞോ? അകത്ത് കൊണ്ടുവെക്കാൻ. സംഗതി പ്രകൃതി മാറിയില്ലേ? ടേസ്റ്റ് മാറിയില്ലേ? രുചി മാറിയില്ലേ? നിറം മാറിയില്ലേ? ആ തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതമന്ത്രി അല്ലേ? ആമേൻ.
അവൻ വിയന്നാം ദൈവമല്ലേ? അബ്രഹാമിനെ അങ്ങനെ മാനിച്ചെങ്കിൽ ഇനി നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ. ബുക്ക് ഓഫ് എസ്തേർ, എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 6 വേഴ്സ് 1 or 2, 1-2 6 വായിക്കുന്നു. മതി. അന്ന് എന്ന് രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത എന്താ? അന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന് ഓരോരോ സ്പെസിഫിക് വേർഡുകളുണ്ട് വചനത്തിൽ. ദാറ്റ് നൈറ്റ് ഒന്ന് എസ്തേറും അവരുടെ സഹിമാരും 3 ദിവസം ഉപവസിക്കുക. ആ ഉപവാസത്തിന്റെ 3-ാമത്തെ രാത്രി ഇസ്രായേൽ ജനം മുഴുവൻ നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൽ രട്ടിലും വെണ്ണീരിലും എടുത്ത് ഞങ്ങളുടെ ഹല്ലേലൂയ മുഴുവൻ വംശവും പരദേശത്ത് നശിച്ചു പോകുമല്ലോ എന്നോർത്ത് അവര് മുഴുവൻ ഉപവസിക്കുന്നതിന്റെ ഉപവാസത്തിന്റെ 1-ാം രാത്രിയും കഴിഞ്ഞു. 2-ാം രാത്രിയും 3-ാമത്തെ രാത്രി ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ബ്ലെസ്സിങ് വരത്തില്ലെന്ന് മനസ്സിലായ. തരുമെന്ന് പറഞ്ഞ് ചുമ്മാതിരുന്നാ പൊക്കത്തില്ല. എന്ത് ചെയ്യാം? ആ യോഹന്നാൻ സ്നാപകൻ മുതൽ ദൈവരാജ്യത്തെ ബലമായിട്ട് പിടിച്ചെടുക്കുന്നു. നമുക്ക് ചില അവകാശങ്ങൾ, നമുക്ക് ചില അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ പിടിച്ചെടുക്കാൻ ഉപവാസത്താലേ ഒക്കത്തുള്ളൂ. അവർ ഉപവാസം 1-ാം രാത്രി കഴിഞ്ഞ് 2-ാം ദിവസം 3-ാമത്തെ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്തുവാ? രാജാവ് ദിനവൃത്താന്ത പുസ്തകമെടുത്തു. രാജാവല്ലേ, എന്തുകൊണ്ട് പാനപാത്രവാഹനെ വിളിച്ചില്ല? എനിക്ക് ഉറക്കം വരുന്നില്ല, 2 പേക്ക് കൊണ്ടുപോകും. രാജാവ് ചെയ്യാം. ഹല്ലേലൂയ. രാജാവിന് വേറെ തോന്നലുകളും ചിന്തകളും ഒന്നും കൊണ്ടില്ല. അവിടെ തമ്പുരാൻ ചെയ്തത് എൻ്റെ ചിന്തയെ, തോന്നലുകളെ ഹല്ലേലൂയ രാജാവിൻ്റെ ഹല്ലേലൂയ തോന്നലുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് ആരാ? ആമേൻ. ഉന്നതന്മാർക്ക് മീതെ ഒരു അത്യുന്നതൻ ഉണ്ട്. രാജാവിന് രാത്രി ഉറക്കം വന്നില്ല. പുസ്തകം എടുത്ത പേജ് തന്നെ വേറെ പേജ് എടുക്കരുതായിരുന്നു. ഇല്ലേ? എത്രമാത്രം പേജുകൾ കാണും. പക്ഷെ ആ പേജ് എടുത്തു എത്ര പാരഗ്രാഫുകൾ കാണും. പക്ഷെ സെയിം പാരഗ്രാഫിൽ വന്നില്ലേ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി? പതിഞ്ഞില്ലേ? ഒരവധി വെച്ചിട്ടില്ലേ? കാരണം എന്തുവാ? അവിടെ ഒരു പാവം മനുഷ്യനുണ്ട്, ഭക്തനായ. അദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? അത് തന്നെ, മൊർദെഖായി. ഹല്ലേലൂയ. ആരാ? അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? സെക്യൂരിറ്റി. എവിടെയാ? പടിവാതിക്കൽ. ഹല്ലേലൂയ. ചൂടും വെയിലും തണുപ്പും പൊടിയും എല്ലാം അടിച്ച് വരുന്നോടെ എല്ലാം മുടി വണങ്ങി പോകുന്നില്ല. എല്ലാവരെയും സല്യൂട്ട് അടിച്ച് പാവം നിൽക്കുക. അല്ലേ? വയോധികനായ മനുഷ്യൻ, റിട്ടയർ ആകാൻ പോകുന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ 2-ാം അധ്യായം പറയുന്ന കാണാം. ഹല്ലേലൂയ ബിഗ്ദാനും തേരശും എന്ന 2 പേര് രാജാവിനെ ചെയ്യാൻ തുടങ്ങി, രാജാവിനെ കൊല്ലാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ ബുദ്ധി ജ്ഞാനവും കൊണ്ട് അതിൽ നിന്ന് രാജാവിനെ രക്ഷിച്ച മനുഷ്യൻ അതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടി? ഒന്നും കിട്ടി. മനസ്സിലായ? ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഒരു ബെനിഫിറ്റും കിട്ടില്ല, ഒരു ബോണസും കിട്ടിയില്ല, ഒരു ഇൻക്രിമെന്റ് കിട്ടിയില്ല, ഒരു പ്രൊമോഷനും കിട്ടിയില്ല. ഇന്നും എന്ത് ചെയ്യുക? അതേ സെയിം പ്ലേസ്. അദ്ദേഹം ചിന്തിച്ചു കാണത്തില്ല, കർത്താവ് ഞാൻ ഇത്രയെല്ലാം കാര്യം ചെയ്യും, ഈ ഇരിക്കുന്ന രാജാവിൻ്റെ ജീവൻ ഞാൻ കാരണം രക്ഷപ്പെട്ട, എന്നിട്ടും അദ്ദേഹം ഓർക്കുന്നില്ല. ചിന്തിച്ചിട്ടില്ലേ? ആമേൻ. നാം ചിന്തിച്ചു കാണും, ഞാൻ ഇത്രയെല്ലാം അവർക്ക് വേണ്ടി ഓടിയ. ആർക്ക് വേണ്ടി? ഓർത്തോ? അവർക്ക് വേണ്ടി ഓടി. എന്നിട്ടും അവർ ഇല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ഇത്രമാത്രം കഷ്ടത, എന്നിട്ടും സാരമില്ലെന്നേ. 21 പറഞ്ഞിട്ടില്ലേ? ഒരവധി പുറത്തേക്കായി ഒരു സമയം ഉണ്ടെന്നേ. എന്നും ഇവിടെ ഇരിക്കാനുള്ളതല്ല. എന്നും ഇരിക്കാനുള്ളതാണോ? അല്ല. ഞാൻ പണ്ട് സഹറാംപൂരിലായിരുന്നു കഷ്ടങ്ങളാണ്. അസംബ്ലി ഓഫ് ഗോഡുകാരുടെ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ഇതുപോലെ മുകളിൽ നിറഞ്ഞാണ്. അതറിയാം. ഒരു ദിവസം ഉച്ചയ്ക്ക് മധ്യാഹ്നം കഴിഞ്ഞ സമയത്തെ ആഫ്റ്റർനൂൺ സെക്ഷൻ ആള് ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, എസ്തേറിന്റെ പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ് അലവിയ ഒരു സഹോദരൻ, മലയാളിയാണ്, അവിടെ സെന്റ് മേരി സ്കൂളിലെ അലവിയ അറ്റൻഡറാണ്. പുള്ളി വന്ന് അലവിയോട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്, അവിടെ ഒരു അല്പം സ്ഥലത്തിൻ്റെ അവിടെ ഇരിക്കുന്നു.
ആമേ. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഈ പുള്ളിയുടെ കയ്യിലെ, അല്ലെങ്കിൽ എനിക്കൊരു സ്വഭാവം ഉള്ളത്, അടുത്തിരിക്കുന്നവരുടെ തലയിലൊക്കെ കൈ വെക്കും. അപ്പം കൈ വെച്ച് പറഞ്ഞ്, ഹല്ലേലൂയ, നീ എവിടെ ഇരിക്കുന്നെന്നുള്ളതല്ല, നിന്നോട് കൂടെ ആരിയ്ക്കുന്നെന്നുള്ളതാണ്. മനസ്സിലായോ? മൊർദെഖായി എവിടെയാ ഇരിക്കുന്നത്? പടിവാതിക്കൽ. പക്ഷെ അവനോട് കൂടെ ഇരിക്കുന്നത് ആരാ? തമ്പുരാൻ. രാജാവ് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ. അവനോട് കൂടെ തമ്പുരാനുണ്ടോ? തമ്പുരാൻ. ആ മനുഷ്യനോട് നീ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിന്നോട് കൂടെ ആരായിരിക്കുന്നു. ആ ഇരിക്കുന്നവനുണ്ടെങ്കിൽ നിന്റെ ഇരിപ്പിടത്തിന്റെ മാറ്റമുണ്ട്. ഇങ്ങനെ തന്നെ ആ മനുഷ്യനോട്, നിന്നോട് കൂടെ തമ്പുരാൻ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഇരിപ്പിടത്തിന് ഒരു നിലയും വില ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. കാരണം എന്തോ? നിന്നോട് കൂടെയുള്ളത്. പറഞ്ഞേ, ലോകത്തെക്കാൾ വലിയൊരുവൻ നമ്മോട് കൂടെ ഇല്ലേ? അവരുടെ പേര് ഇമ്മാനുവേൽ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇത് കേട്ടോ അത് വലിയവായി എനിക്ക് പൊട്ടിയേക്കാം. എന്തോ പറ്റിയെന്നറിയാവും? ഗവൺമെന്റ് സ്കൂളിലെ ഗേറ്റ് കീപ്പറായിരുന്നു കൃഷ്ണൻ. അവിടുത്തെ വടക്കേന്ത്യയിലെ സാറാമ്പുള്ള കുരുത്തം കെട്ട പിള്ളേർ മതിൽ ചാടി, മനസ്സിലായി, +2 പഠിക്കുന്ന പിള്ളേർ മതിൽ ചാടി അടുത്ത വീട്ടിലെങ്ങാണ്ട് കയറി ബഹളം ഉണ്ടാക്കി അവരുടെ ക്ലോസറ്റ് എല്ലാം തകർന്നു. അപ്പൊ ഈ പുള്ളിയെ അച്ഛൻ പിടിച്ച് ശരിക്കും അങ്ങ് വഴക്ക് പറഞ്ഞു. പുള്ളി കരഞ്ഞു പിടിച്ചു. ആകെ മതിൽ ചാടുമെന്ന് പുള്ളിക്കറിയാം. വലിയൊരു ക്യാമ്പസ്, അതും ഗവൺമെന്റ് സ്കൂളിൻ്റെ ആകുമ്പോൾ 4-4.5 ഏക്കർ സ്ഥലമാണ്. പുള്ളി വന്ന് സങ്കടത്തോടെയായിരുന്നു. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പുള്ളി ഗേറ്റ് കീപ്പറായിട്ട് അവിടെ നിന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടുത്തെ ആ പ്രിൻസിപ്പൽ അച്ഛൻ മാറുകയാണ്. വേറൊരാൾ വരും. വേറെ അച്ഛൻ വന്നപ്പോഴത്തേന് ഇദ്ദേഹത്തോടെ എന്തോ ആ പേര് കൃഷ്ണൻകുട്ടി, എവിടെ അവരുടെ നാട്ടിൽ ബാക്കി ഹിന്ദിക്കാരായി അച്ഛന്മാർ കൂടി. നീ എന്തിനാ വെയിലത്ത് പണിയുന്നത്? നീ ഇനിയും എന്തോ ഫയലുകളൊക്കെ കൊടുക്കുന്ന പണി ചെയ്താൽ മതി. ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം. തമ്പുരാൻ സ്ഥിതിക്ക് മാറ്റം വരുത്തിയോ? നമ്മെ മാനിക്കാൻ കാരണം എന്തോ? ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന പുള്ളിയേക്കാൾ വലിയൊരുവൻ നമ്മോട് കൂടെ. നാം കഷ്ടപ്പെടുമ്പോൾ, നാം സങ്കടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ഈ എമ്മൂസിലെ യാത്രയുണ്ടല്ലോ, അത് നമുക്ക് അറിയത്തില്ല തമ്പുരാൻ കൂടെ നടക്കുന്നു. ഹല്ലേലൂയ. യെരൂശലേമിലെ യാത്രയ്ക്ക് അറിയാം, പക്ഷേ എമ്മൂസിലെ യാത്രയ്ക്ക് സ്ലിപ്പി വേ നമുക്ക് അറിയത്തില്ല. അത് ദുഃഖത്തോടും മാനത്തോടും സങ്കടത്തോടും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തമ്പുരാൻ കൂട്ടത്തിൽ നടക്കുകയാണ്. തൻ്റെ കുഞ്ഞിനെ പറഞ്ഞേ മറക്കാത്തൊരുവൻ നമ്മുടെ ഷോൾഡറെ പിടിച്ചുകൊണ്ട് സങ്കടത്തിൻ്റെ സമയം നടക്കാം. മോനെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകാം. മോളെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. മാനിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പ് മാറും, നില മാറും, അതിൻ്റെ സ്റ്റൈല് മാറും, ഭാഷ മാറത്തില്ല. പറഞ്ഞേ, ഹല്ലേലൂയ. കാർഡുകളും മാറും. ഞങ്ങളുടെ പീർപ്പൂരിലെ ചർച്ചിലെ അതിൽ ദേഷ്യം പുള്ളിയുടെ ഫാക്ടറി മാനേജർ, പുള്ളിയുടെ മോൻ അവന് പപ്പായിക്കെന്താ കുഴപ്പം? എന്തോ പറ്റിയടാ? കാർഡിടണം, ചാക്ക് പിടിക്കണം എന്ന് പറഞ്ഞാൽ ATM ചെന്ന് കാർഡിട്ട് ചാക്ക് പിടിച്ചാൽ മതി. കൂടെ നടന്നു ഇവർ പിള്ളാരുടെ ചിന്തയും ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ വേറെപ്പിൻ്റെ കനമുണ്ടെന്നല്ല. അവർ നോക്കുമ്പോൾ എന്തോ ATM കാർഡ് ഇടുന്നു, പിന്നടിക്കുന്നു, പണം വരുന്നു. അല്ലെങ്കിൽ തമ്പുരാൻ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തരത്തില്ലേ? ചിന്തയ്ക്ക് മാറ്റം വരത്തില്ലേ? ബിസിനസ് മാറ്റം വരത്തില്ലേ? സ്വർഗത്തിലധികം നമ്മോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ പച്ചപ്പുൽ ശരീരം അല്ലെങ്കിൽ പച്ചമേറ്റിലേക്ക് നടക്കുന്ന ഒരു ദൈവമാണ്. അല്ലെങ്കിൽ മൊർദെഖായി എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഒരു മഹാമന്ത്രിയാകുമോ? എപ്പോഴെങ്കിലും ചിന്തിച്ചോ? അദ്ദേഹം ഇത്രയും ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു സൂപ്പർവൈസറാണ്. കൂടുതൽ വലിയ ഇതൊന്നും അല്ലേ? 4th ക്ലാസ് എംപ്ലോയി ആണ്. ആരാ? സെക്യൂരിറ്റി. അതേ ഓർത്ത് ഇതിന്റെ ഒരു സൂപ്പർവൈസറാണ്. പക്ഷെ ദൈവം മാനിച്ചതോ? അതൊക്കും കണ്ട ഞങ്ങളെ നമ്മൾ കയറി വന്നു. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്നതിനും അതിന്റെ അപ്പുറം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ അങ്ങ് പറയും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെന്ന് തമ്പുരാൻ തെറ്റി ആണോ? അല്ല. റൂത്ത് ഒരു പുതപ്പും കൊണ്ട് ചെന്നു ഇല്ലേ? 6 ഇടങ്ങഴി അളന്നു കൊടുത്തു. ബോസിന് സങ്കടം തോന്നി. യഹൂദൻ 6 ഇടങ്ങഴി അളന്നു കൊടുക്കത്തില്ല. അവന്റെ കണക്ക് 7 ഇടങ്ങഴി. പെർഫെക്റ്റ്. കുഴപ്പം ആരുടെയാ? റൂത്തിന്റെ പുതപ്പാ. ചെറുതായി. മനസ്സിലായോ? അമർത്തി കുലുക്കി കൊടുക്കുന്നൊരു ബോബസിന്റെ എനിക്ക് ചെറിയ പുതപ്പും കൊണ്ട് ചെന്നു. ആരാ ചെന്നാൽ? അതുകൊണ്ട് 6 ഇടങ്ങഴി. ഹല്ലേലൂയ.
യഹൂദൻ കൊടുക്കുന്നത് പൂർണ്ണ സംഖ്യയോടെ കൊടുക്കുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവ് കൊടുക്കുകയാണെങ്കിലും പറഞ്ഞ അമർത്തി കുലുക്കി അങ്ങനെ മാനിക്കത്തില്ലേ? മൊർദെഖായി ഒരിക്കലും ചിന്തിച്ചോ ഇതുപോലൊരു മന്ത്രി ഞാൻ ആകുന്നില്ല? ഹല്ലേലൂയ. ഏതാ ആ രാത്രി? ഉപവാസത്തിന്റെ രാത്രി. ആ രാത്രി എന്തോ 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരത്തിന് കുഴിക്കുന്ന രാത്രി ഇപ്പുറത്ത് തമ്പുരാൻ മാനിച്ചാൽ കുത്തില്ലേ? അവധി വെച്ചില്ലേ? ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ദൈവം അല്ലേ? ആ സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞിട്ട് പോകാം. ഹല്ലേലൂയ. വായിക്കണ്ട. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആമേൻ. അവിടെ വായിക്കുകയാണ്. ഹല്ലേലൂയ. അവന് ഒരു അത്താഴം കൊടുത്തു. എങ്ങനെയുണ്ട്? ഒന്നും ഉറക്കൊന്നും വായിച്ചു. ഈ അത്താഴം വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും. ഒന്ന് വായിച്ചേ. അവന് ആ പ്രൈസ് തന്നെ നോക്കണം. മലയാളത്തിൽ നല്ല ഇതാ കേട്ടോ. അവിടെ എവിടെ? അല്ലല്ല, നിരാശയുണ്ടായിരുന്നവിടെ, കരഞ്ഞെടുത്തവിടെ. ഹല്ലേലൂയ. ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ അവിടെ, അന്ത്യകാലത്ത് കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞ അവിടെ. ഏതാ? നമ്മളും ചില പിൻ പോയിന്റുകൾ അവിടെ നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? ഇതുപോലുള്ള നിരാശയുടെ അവിടെ, ദുഃഖത്തിന്റെ അവിടെ, കരഞ്ഞതിന്റെ അവിടെ, കൈവിട്ടുപോയി അവിടെ. ഹല്ലേലൂയ. അവസാനത്തെ ആണിയടിച്ചു അവിടെ. മനസ്സിലായോ? ഇനി അടുത്തത് അവർ. ആരാ? ആമേൻ. ജീവനുള്ളവരും വിരോധം പറഞ്ഞവരും ഇല്ലേ, ക്രിട്ടിസൈസ് ചെയ്തവരും ഉണ്ട്. അതിലെല്ലാം അപ്പുറത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരുവനൂടെ. അതാണ് അവർ. അവിടെ അവർ. പിന്നെ ആർക്കാ? അവന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ, മരിച്ച് നാറ്റം വെച്ച് 4-ാം ദിവസമായവനെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നു അവൻ നമുക്ക് വേണ്ടി. ആമേൻ. വേദപുസ്തകത്തിലെ ഹല്ലേലൂയ ഫ്രേസസ് എന്ന് പറയും. അതൊക്കെ എത്ര പെർഫെക്റ്റ് ആണെന്ന് അറിയാമോ? ട്രാൻസ്ലേറ്റ് ചെയ്തവർക്കും അവരുടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കും ദൈവം നന്ദി പറയട്ടെ. എന്തോ അവിടെ അവർ അവന്. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ മാർത്തെ മറിയെ കളിയാക്കരുണ്ട്. ഹല്ലേലൂയ. അവര് പറഞ്ഞ് ഇവർക്ക് വേറെ പരിപാടിയിലേക്ക് യേശു വന്നപ്പോൾ തൊട്ട് തിരിക്കുക എന്താ വിഷയം എന്ന് പാടുപാടും ഇവരൊന്ന് തോന്നി. ആമേൻ. പക്ഷേ മരിച്ച് നിന്ദിച്ചവരുടെ മധ്യത്തിൽ, ശത്രുക്കളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, ക്രിട്ടിസൈസവരുടെ മധ്യത്തിൽ മരിച്ച ഹല്ലേലൂയ യൗവനക്കാരനെ ഉയർപ്പിച്ചുകൊണ്ട് ഇരുത്തിയതിന് ശേഷം, മാനിച്ചതിന് ശേഷം ഒരത്താഴം. ഹല്ലേലൂയ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തോ മുത്താഴമല്ല, അത്താഴം അല്ലേ? പ്രാതൽ രാവിലത്തെ, മുത്താഴം ഉച്ചയ്ക്കത്തെ, അത്താഴം വൈകിട്ടല്ല. ഇതെല്ലാം ഉണ്ടാക്കേണ്ട സാധനം വെക്കുന്ന ആരുടെ പെട്ടിക്ക് അത്താഴം അല്ലേ? അതിനൊക്കെ കണക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് എന്ത് ചെയ്യിക്കാം? നല്ലേ. ഹല്ലേലൂയ. അത് വായിച്ചപ്പോൾ എനിക്ക് ഈ നോർത്ത് ഇന്ത്യയിലെ സിസ്റ്റം വളരെ അകതം. ഇങ്ങനെയുള്ള ഉപദേശിമാർ ഇങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. മനസ്സിലായി? നെല്ല് വെക്കുന്ന അറയ്ക്ക അത്താഴം എന്ന് പറയുന്നു. ഇപ്പോഴേക്കും വീടുകളൊന്നുമില്ല. ആണോ? ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ ഈ ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബെറ്ററാണെന്നറിയാവും. ഹല്ലേലൂയ. ഹോട്ടലാണെങ്കിലും എവിടാണെങ്കിലും അത് നല്ല ഫ്ലറിഷായിട്ട് അലങ്കരിച്ച് പല കളർഫുള്ളായിട്ടുള്ള ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ വടക്കേ ഇന്ത്യയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഡിന്നർ വിളിച്ചാൽ അതിന് പഞ്ചാബ് സ്ത്രീകളെ നോക്കണം. അവരിടുന്ന പൗഡറിന് പോലും ഏതാണ്ട് സ്റ്റാർ കൊടുക്കണം. ഇതൊക്കെ ഇട്ട് നല്ല ചമക്കില്ലാന്ന് പറയും. നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് ആ വരവേൽക്കും. എവിടെ വന്നിരിക്കുന്നു? നാറ്റം വെച്ചോടുത്താണോ? ജീവിപ്പിക്കുന്ന ഒരുവന്റെ നാം കടന്നു വന്നിട്ടില്ലേ?
മാനിക്കത്തില്ലേ? മാർത്തയെ മറിയം മാനിച്ച് ഹല്ലേലൂയ അവിടെ ഒരു ഡിഗ്നാൻഡ് ഡാൻസ് നടത്താമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന, നിരാശയിൽ കുടുങ്ങിക്കിടക്കുന്ന, ഭാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, ഇനി രക്ഷപ്പെടത്തില്ല, ഇനി അവസാനത്തെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞെടുത്ത് സ്വർഗത്തിലെ ദൈവം നടത്തത്തില്ലേ? എൻ്റെയും നിങ്ങളുടെ പ്രശ്നത്തിനൊരു അവധി വെച്ച ദൈവം മാനിക്കത്തില്ലേ? ഹല്ലേലൂയ. ഇതുപോലൊരു അത്താഴം ഒരുക്കിയ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവൻ ഡോറിൽ നിന്ന് മുട്ടുകയാണ്. ഞാൻ അകത്ത് വരാൻ ആഗ്രഹിക്കുന്നു അല്ലേ? വെളിപ്പാട് 3:20 എന്തോ പറഞ്ഞിരിക്കണേ? ഞാൻ നിന്നോടുകൂടെ പറഞ്ഞേ, നിന്നോടുകൂടെ യേശു പറയാം, എന്നോടുകൂടെ ഈ അത്താഴം. ഏതാ? ഈ സന്തോഷത്തിന്റെ അത്താഴം, ഈ ഫ്രഗ്രൻസ്, ഹല്ലേലൂയ, ഈ സുഗന്ധം വമിക്കുന്ന ഈ അത്താഴത്തിൽ നിങ്ങളോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നം തീർന്നു കഴിയുമ്പോൾ ഒരു അത്താഴം ഇല്ലേ? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഈ സന്ധ്യയുടെ യാമത്തിൽ, ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ നല്ല ദൈവം ഈ വലിയൊരു അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായി പറഞ്ഞു കാണും, എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പ്രമോഷന്റെ ഫയൽ ചുവപ്പ് നാടയിൽ പൊടി പിടിച്ചെങ്ങോ കിടക്കും, എന്നാൽ ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, സാറായി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി പ്രായം ചെന്നവരാണ്, ഹല്ലേലൂയ, വയോധികരാണ്, സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോയി, ഇമ്പോസിബിൾ. ഹല്ലേലൂയ. അവിടെ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു അവധി വെച്ചപ്പോൾ ഒരു ഇസ്ഹാക്കിനെ പിടിച്ചു കൊടുത്തെങ്കിൽ, സെക്കരിയായിക്ക് അല്ലൊരു യോഹന്നാനെ കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം വെച്ച അവധിക്ക് ഹല്ലേലൂയ മൊർദെഖായിക്ക് പ്രമോഷൻ കൊടുത്തെങ്കിൽ, യോസഫിനെ മന്ത്രി ആക്കിയെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിപ്പാൻ ഒരു അവധി വെച്ചിരിക്കുകയാണ്. നിരാശപ്പെടരുത്. യേശുവിന്റെ നാമത്തിൽ